ഗോവയിലാണ് നമുക്ക് ഒരു പറഞ്ഞ ടേസ്റ്റ് നോക്കാനാണ് പറയുന്നത്. എന്താണ് ടേസ്റ്റ് നോക്കാം? Traditional sweets of Goa. ഓ, ട്രഡീഷണൽ സ്വീറ്റ്സ് ഓഫ് ഗോവ. ട്രഡീഷണൽ സ്വീറ്റ്. This is dogri laddu. ലഡു. So this is dogri ഹൗ മച്ച്? 100. അപ്പൊ എന്തായാലും നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് മേടിക്കാണ്. ചെറിയൊരു ഓർഡർ. ഇതുണ്ടല്ലേ വെട്ടുകല്ല് അടുക്കിയിരിക്കുന്നേ കാണുന്നുണ്ടോ? ഒരു ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രെയിം നമുക്കറിയില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, ഒരുപാട് കാഴ്ചകൾ, വ്യത്യസ്തമായ രുചികളാണ് ഇവിടുത്തെ. ഒരുപാട് വ്യത്യസ്തമായ ഡിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗോവൻ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ രുചികൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് എപ്പിസോഡ് ബേസ് ആയിട്ട് നമുക്കിടാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ബീച്ച് റിസോർട്ടിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം. നാളെ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തേക്കുക. നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്ലാറ്റാണ് ഇന്ന് വന്ന ദിവസം. ഇന്ന് വെളുപ്പിന് നമ്മൾ ട്രെയിനിനാണ് വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കാം. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ്. നമ്മൾ അതിന് മുമ്പ് ഒരു കാർ എടുത്തിട്ടുണ്ട്. കാർ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സ്വിഫ്റ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ കാർ റെൻറ്റിന് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ റെൻറ്റിനെടുത്ത് 1000 രൂപ റെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടോ എന്നൊന്ന് വീഡിയോ എടുക്കണം. നമുക്ക് അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സ്ക്രാച്ചുകളൊക്കെ ഇതുണ്ടോ, ഇതുപോലുള്ള സ്ക്രാച്ചുകളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കും. ഒരു വണ്ടി കൊടുക്കാൻ നേരത്ത് നമ്മൾ ഒരു ഡിപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് 1000 രൂപയാണ് ഈ സ്വിഫ്റ്റിന് വന്നേക്കുന്നത്. കുറച്ച് ഒരേലും മൂട്ടലും തട്ടലൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ നിന്ന് സംഭവിച്ചാന്നും പറഞ്ഞ ഒരു പൈസ മേടിക്കും. ഇവരുടെ സർവീസും കാര്യങ്ങളും നമുക്കിവിടെ ഒരു പരിചയമുള്ള ആളുണ്ടായിരുന്നു. പുള്ളിയാണ് ഇത് നമുക്കിപ്പം എടുത്തു തന്നിരിക്കുന്നത്. നമ്മൾ ഈ സ്ക്രാച്ചുകളെല്ലാം ഒന്ന് നോക്കുക. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ID പ്രൂഫ് കൊടുത്താൽ മതി. ബൈക്ക് വേണേൽ ബൈക്ക് കിട്ടും, സ്കൂട്ടർ, ബൈക്ക്, കാർ എല്ലാം കിട്ടും. അപ്പോൾ നമ്മളിപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മളിപ്പം കറങ്ങാൻ വേണ്ടി സ്വിഫ്റ്റ് എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് തുക നമുക്ക് നഷ്ടപ്പെടും. അവർ നമ്മുടെ വലിയൊരു ഭീമമായ തുക ഈടാക്കും. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് വെക്കുക. നിർബന്ധമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ പെട്രോൾ അടിക്കണം. എന്നിട്ട് നമ്മളിന്ന് ആദ്യം പോകുന്നത് നമുക്കൊരു ഫോർട്ടിലേക്കാണ്. അപ്പം ആ കാഴ്ചകൾ നമുക്ക് വഴിയെ വരുന്നുണ്ട്. സൂപ്പർ വണ്ടിയാണ്. സൂപ്പർ നല്ല മാനേജർ കൂലക്കം കൂടുതലാണ്. ഡ്രൈവിംഗ് എല്ലാം വളരെ മോശം. ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നമാണ്. റെന്റ് മാത്രം കൊടുക്കുന്ന വണ്ടികളായത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. റെന്റ് എടുക്കുന്ന വണ്ടിയുടെ ബോർഡ് ഗോൾഡ് കളറുകളോ നോക്കണം. ബോർഡ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പ്രൈവറ്റ് വണ്ടികളൊക്കെ തന്നുവിടും. പ്രൈവറ്റ് വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഗോൾഡ്. നമ്മൾ ആദ്യമേ പെട്രോൾ അടിക്കണം നമ്മുടെ വണ്ടിക്ക്. റെന്റ് എടുത്ത വണ്ടിയാണ്. അപ്പം പമ്പിലെ തിരക്കാണ്. ഇവിടെ പമ്പുകൾ കുറവാണ്. പമ്പുകൾ കുറവുണ്ട്, തിരക്കുണ്ട്. അതുപോലെ ആൾക്കാർ അവിടെ നിൽക്കുന്നത്. എനിക്ക് ബൈക്ക് റെന്റലുകളുണ്ട് ഇവിടെ ശരിക്കും. അപ്പം എല്ലാവരും ഇവിടെ വരുന്നവർ കൂടുതൽ ഈ സ്കൂട്ടർ റെന്റലാണ് എടുക്കുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ പോകാനും വരാനൊക്കെ നല്ല സൗകര്യമാണ്. എല്ലാം മഴക്കാലമാണെങ്കിലും നല്ല ആൾക്കാർ എൻജോയ് ചെയ്യാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അഗോഡ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു മനോഹരമായൊരു പള്ളി കണ്ടു. ഇവിടെ പള്ളി നല്ലൊരു വ്യൂ പോയിന്റ്. ഇവിടെ എന്തോ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നോക്കാം. നല്ലൊരു വ്യൂ പോയിന്റാണ് ഇത്. കടലിൻ്റെ ഒക്കെ ഒരു നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടില്ല, ഇതൊരു പള്ളിയുടെ ഒരു ചെറിയൊരു കുരിശടിയാണേ. അതുകൊണ്ട് നമുക്ക് കാണാം ഇത് ഫോർട്ടാണ് കാണുന്നത്. ഏറ്റവും മുകളിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഏറ്റവും മുകളിൽ കാണുന്ന ഫോർട്ടാണ്. താഴെ കാണുന്നത് ജയില്. ഫോർട്ടിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മുടെ കൊടി, ദേശീയ പതാക പറക്കുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണുവാണെങ്കിൽ നമുക്ക് നോക്കാം. കടലിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള വ്യൂ
നല്ല രസമുണ്ട്, അടിപൊളി കാഴ്ചയാണ്. ഇതാ ജയിലാണ്. ജയിലും നമ്മുടെ നാഷണൽ ഫ്ലാഗ് പറക്കുന്ന സീൻ കാണാം നമുക്കവിടെ. ഒരുപാട് ദൂരമാണ് കേട്ടോ, എയർ ഡിസ്റ്റൻസിൽ നല്ല ദൂരമുണ്ടത്. അതിന് മുകളിലാണ് ഫോർട്ട് കാണുന്നത്. നമ്മൾ ആ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഏരിയ കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ്. ഇടയ്ക്ക് ദ്വീപുകൾ കാണാം, കടലിൽ നല്ല രൂപക്കൂട് കാണാം. നല്ല മനോഹരമായിട്ട് ഫ്രഷ് ഫ്ലവറായിട്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ അവരുടേതായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് എന്തായാലും രാവിലെ പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാം. നിമിഷിക പള്ളിയാണ്. ഒരുപാട് പേര് പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിവിടെ ഒരു പള്ളിയുടെ പെരുന്നാൾ, ഇവിടുത്തെ ഒരു എന്തോ ഫംഗ്ഷനാണ്. എനിക്ക് കുറച്ച് സ്റ്റാളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ ഒരേ മുട്ടായികളാണ് തോന്നുന്നു. ഒരു ടൈപ്പ് നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന ടൈപ്പ് അല്ല, കണ്ടില്ല, ഓരോ സൈസ് ചോക്ലേറ്റ്സ് ലഡു ആണ്. ലഡു ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അവർ പറഞ്ഞ ടേസ്റ്റ് നോക്കാനാ പറയുന്നത്. എന്താന്ന് കഴിച്ചു നോക്കാം. Traditional sweets of Goa. ട്രഡീഷണൽ സ്വീറ്റ്സ് ഓഫ് ഗോവ. Sold at temples and churches. ഓഹോ, ഗുഡ് ഗുഡ്. നമ്മുടെ ഇഞ്ചിയുടെ ഏലക്കാടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. എന്നാ പറയാ, നല്ലൊരു തൊണ്ടയ്ക്കൊക്കെ നല്ല ഒരു നമ്മൾ ഇഞ്ചി മുട്ടായൊക്കെ തിന്നുന്നൊരു വരുന്നുണ്ട്. ടപ്പിയൊക്കെ ഇത് കപ്പയുടെ ചിപ്സ്. കപ്പ ലഡു 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 നമ്മുടെ ലഡു, നമ്മുടെ സെയിം ലഡു. റെഡ് ലഡു ഉണ്ട്, റെഡ് ലഡു. ചോക്ലേറ്റുകൾ നമ്മുടെ ഇത് നമ്മുടെ ഇതന്നായിരുന്നു നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരുപാട്. ഈ മുട്ടായിയുടെ ഒരു പേര് പറയുമല്ലോ, മറന്നുപോയി. നമ്മളൊക്കെ ഒരുപാട് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് എല്ലായിടത്തും, ഇത് തന്നെയാണ്. ഈ കപ്പയുടെ ചിപ്സ്, പുരികടല നല്ല നമ്മുടെ നാച്ചുറൽ പുരികടലയാണ്. നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത്. അതിന്റെ പാത്രം നല്ല അളക്കുന്ന പാത്രമാണ്, തടിയുടെ പാത്രം. ഇതിന്റെ അകത്ത് കോട്ടർ. ഓഹോ, ദിസ് ഇസ് കോട്ടർ. ഹൗ മച്ച് കോട്ടർ? 30 rupees. This is 80 rupees. വലിയ പാത്രത്തിനകത്ത് 80 രൂപ, ഇത് 30 രൂപ. പിന്നെ this one 20. ഓ, ചെറിയ പാത്രം 20. Thank you. You are going to sell or chana? Okay. Okay. Huh? Please, you are going to sell chana in your village? Kerala. Definitely Kerala. Good. Thank you, ma'am. Thank you. അതുപോലെ തന്നെ സീഡ്സ് ആണ്. സീഡ്സിന്റെ എല്ലാം എനിക്ക് തോന്നുന്നു മിക്സ് ആയിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പോകുന്ന സമയത്ത് മേടിച്ചുകൊണ്ട് പോകാം. ഇത് വീട്ടിലേക്ക് പോകുമ്പോൾ ലഡു ഉണ്ട്, ഇതെല്ലാം മുട്ടായികളൊക്കെ ഉണ്ട്. കപ്പയുടെ ചിപ്സ് ഉണ്ട്. ഹൽവ, ദിസ് ഹൽവ. അത് ഹൽവ നമ്മുടെ ഇത് തന്നെ ഒരു നല്ലൊരു വ്യത്യസ്തമായ കളറാണിത്. ഹൽവയുണ്ട്. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഗോവൻ സ്വീറ്റ്. ഓക്കെ, ട്രഡീഷണൽ സ്വീറ്റ്. ഓക്കെ ഗുഡ്. തേനീച്ച വന്നിരിക്കുന്നുണ്ടോ ഇല്ലേ? അത് ഈ നല്ല മധുരമാണ്, നല്ല ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാകുന്നത്. Contains basin. This is thick. The interior is basin. Okay. And coated with jaggery and ginger and sesame seeds.
Sesame seeds, steel. ഓക്കെ 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 Something. ഓ ഓ ഓ Sweet. ഓക്കെ ഇത് മിക്സ്ഡ് This is all mix. ഓൾ മിക്സ് This is sugar coated, ഓക്കെ jaggery coated. Laddu, bundi laddu. ബുന്തി ലഡു This is jaggery laddu. ബുന്തി ലഡു So this is jaggery. How do you call it? Doshka. I don't know what it ഓ is. ഓ ഓ It's a sweet. ഓ ഗുഡ് ഗുഡ് Jaggery and ginger. ഓക്കെ ഹൗ മച്ച് 100. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് മേടിക്കുകയാണ് ചെറിയൊരു ക്വാർട്ടർ Quarter kg. ക്വാർട്ടർ കെ ജി 50 grams. ഓക്കെ കിലോ ഇയർലി ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്നാ വെച്ചാൽ ഇവിടുത്തെ പെരുന്നാളാണ്, പള്ളിയിലെ പെരുന്നാളാണെന്ന് വർഷത്തിൽ ഒരിക്കൽ ആ സമയത്ത് ഉള്ളി കടകൾ വരത്തുള്ളൂ. ഈ സീഡ്സ് പുറത്ത് കിട്ടത്തില്ലെന്നാ പറഞ്ഞത്. Few places now. Few we places. keep it now. ഓ നൗ Earlier it's only be available for feast. ഓക്കെ ഓക്കെ Now we keep it. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് പുറത്ത് ഇത് മേടിക്കാൻ കിട്ടുകയല്ല ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ വളരെ ആചാരപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സീഡ്സ് ആണിത്. കാരണം എന്താന്ന് വെച്ചാല് ഇത് വളരെ സീസൺ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, ഇവിടുത്തെ പള്ളി പെരുന്നാൾ ആ ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു സീഡ്സ് ആണ്. അല്ലാതെ പുറത്ത് നമുക്ക് അങ്ങനെ പള്ളിയിലെ അമ്പലത്തിലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വന്നൊരു സമയം കറക്റ്റാണ്. വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു ദിവസം, ഈ സാറ്റർഡേ ആണ് ഉള്ള സമയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ഭാഗ്യമായിരിക്കാം. നമ്മൾ ചാടുന്ന സമയത്ത് നേരെ കട്ടൽ വീഴുന്ന സമയത്ത് ഇതിന്റെ ഷോക്ക് അബ്സർവർ ഇല്ലാത്തത് ഈ ഒരു ചടങ്ങ്. ഇവിടെ സോഡാറിയളം കുടിക്കുന്നവർ ഒരു വലിയ തിരക്കാണ് കേട്ടോ. നല്ല വെയിലത്താണ് നമ്മളിപ്പം ശരിക്കും അഗോഡ ഫോർട്ടിൽ വന്നത്. അഗോഡ ഫോർട്ടിലേക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമുക്ക് കയറാം. ടിക്കറ്റ് കൗണ്ടർ നമുക്ക് 20 രൂപ, ഇന്ത്യൻ സിറ്റിസൺ 20 രൂപ, പിന്നെ ഫോറിനേഴ്സിന് 300 രൂപ. കൗണ്ടർ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. ഇതിവിടെ ഇങ്ങനെ വെട്ടുകല്ല് കണ്ടോ, വെട്ടുകല്ല് പാകിയ തറയാണ്. നമ്മളിപ്പം ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടത് നമ്മുടെ വയനാട്ടിലെ എണ്ണൂരിലാണ്. എണ്ണൂരില് ഇതേപോലെ സെയിം സംഭവം ചെയ്തിട്ടുണ്ട്. നല്ല വെട്ടുകല്ല് പാകിയ, ഇത് പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു ഫോർട്ടാണ്. പോർച്ചുഗീസുകാർ യുദ്ധകാലത്ത് നിർമ്മിച്ചൊരു ഫോർട്ടാണ്. കാരണം ഇത് ശരിക്കും യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് അവർ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന് ഇവിടെ ഉണ്ടാക്കിയൊരു ഫോർട്ടാണ്. വളരെ വളരെ നയനമനോഹരമാണ്. എൻ്റെ കാഴ്ചകൾ വളരെ പറയാൻ പറ്റില്ല. അതുപോലത്തെ കാഴ്ചകളാണല്ലേ. ഇത്രയും വർഷമായിട്ട് ഈ വെട്ടുകല്ല് പാകിയ വഴികൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും ഇവിടെ നല്ല വെയിലുണ്ട്. നമ്മൾ സമയം ശരിക്കും വൈകുന്നേര സമയമൊക്കെ ആയിരിക്കും നല്ലത്. ഇതാണ് ഫോർട്ടിൻ്റെ ഒരു ഉള്ള വഴി. കേട്ടോ, ഹൗസ് സീസൺ ആയാലും ആൾക്കാരുണ്ട്. ശരിക്കും ആൾക്കാരുണ്ട്. കടല് ടോയ്ലറ്റ് ഉണ്ട് അവിടെ, പ്രൈവറ്റ് ടോയ്ലറ്റുകൾ ഇതിനകത്ത് തന്നെ ഉള്ള ടോയ്ലറ്റ് ഉണ്ട്. കടല് കാണാം. ഇത് കോട്ടയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. വെയിലുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഹായ് ഒരച്ഛൻ മകളെ ഇതല്ലേ കുടയൊക്കെ ചൂടി നല്ല ആയിട്ട് ഇങ്ങനെ വേണം. ടൂറെന്ന് പറഞ്ഞാൽ ഇതൊരു കിടങ്ങാണ്ടോ. ഇത് പണ്ട് മുതലകളെയായിരുന്നു, ഇവിടെ വെള്ളമായിരുന്നു. മുതലകളെ ഇവിടെ എൻട്രിയാണ്. സ്റ്റെപ്പുകളെ കയറി അങ്ങനെ നമ്മള് ഫോർട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അഗോഡ ഫോർട്ട്, പ്രസിദ്ധമായ അഗോഡ ഫോർട്ട്. എല്ലാരും ഒന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും. എന്താ പറയേണ്ടതെന്നറിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം കേട്ടോ ഫോർട്ട്, അഗോഡ ഫോർട്ട്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. 2-3 മണിക്കൂറിൽ ഒരിക്കലായിരുന്നു ഇവിടെ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഡെയിലി കത്തിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
ഇത് ആക്രമിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകളാട്ടോ. പഗോഡയിലെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല നല്ല രസമാണ്. നല്ല നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടല്ലേ, എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലാണ്. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഇതുണ്ടല്ലേ വെട്ടുകല്ല് അടുക്കിയിരിക്കുന്നേ, കാണുന്നുണ്ടോ? ശരിക്കും ഇത്ര വർഷങ്ങളുടെ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ്. കാരണം പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണിതേ. ശരിക്കും കണ്ട അതിൻ്റെ ഒരു കടുപ്പം നോക്കി, അഞ്ചത്തെ ഇത് നോക്കിക്കടാ. ഇതിൻ്റെ ഒരു കടുപ്പമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയും വർഷമായിട്ട് ഈ സുനാമി വന്നു, ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ഇതിനൊന്നും ഒരു അനക്കമില്ല. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെട്ടുകല്ലിനല്ലേ, വെട്ടുകല്ലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. എന്നാലും നമ്മൾ നടക്കുന്ന ഒരു ഇതായതും കൊണ്ട് അറിയാം. ഇവിടെ ശരിക്കും ആൾക്കാർ എൻജോയ് ചെയ്യുകയാണ്. ജയിലാണ്. ഇതെല്ലാം വെട്ടുകല്ലാണ്. ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു വർക്കെന്ന് പറഞ്ഞാൽ വെട്ടുകല്ല് നമ്മുടെ കരിങ്കല്ലിൻ്റെ അതേ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഫ്രെയിം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും ഭയങ്കര വ്യൂ ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ 1-2 സ്നാപ്സ് എടുത്തിട്ടുണ്ട്, അത് നമ്മളിടാം. പക്ഷേ ഭയങ്കര രസമുണ്ട്. കാരണം വെട്ടുകല്ല് നമ്മുടെ സ്ഥലത്തുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വെട്ടുകല്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പം കണ്ണൂർ, കാസർഗോഡ് ഏരിയയിലൊക്കെ വെട്ടുകല്ലുണ്ട്. പക്ഷേ ഇവിടെ അത് പോർച്ചുഗീസുകാർ, അത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ ബുദ്ധിയും ശക്തിയൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്കില്ല. കാരണം എന്നെ അടക്കം ഞാൻ പറഞ്ഞതാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് തലച്ചോറ് വർക്ക് ചെയ്ത് ശരിക്കും തലയ്ക്കകത്ത് ഒന്നുമില്ലെന്ന് തന്നെ പറയാം. പണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു, മൊബൈലില്ലായിരുന്നു, കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു. ആ ഒരു ലോകമായിരുന്നു. ആ ഒരു ലോകം എന്ന് പറയുമ്പം ശരിക്കും ചിന്തിക്കാനും ഒന്നുമില്ലായിരുന്നു. അതൊരു എന്താ പറയുന്നത്, അതൊരു വല്ലാത്തൊരു ലോകമാണ്. ആ സമയത്ത് നമ്മുടെ മെമ്മറി കാർഡ് ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷേ ഇപ്പം മെമ്മറി കാർഡ് ഇട്ടാൽ പോലും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വർക്ക് നമ്മൾ ഇപ്പോഴത്തെ എഞ്ചിനീയർമാരെ വിളിച്ച് പണി ചെയ്താൽ പോലും അവർ പറയും വെട്ടുകല്ലല്ല ഈ പണി ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയത്തുള്ളൂ. കാരണം സ്ട്രോങ് അല്ല എന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോങ് അനുഭവിച്ച് തന്നെ അറിയുക. അല്ല എന്താ പറയുന്നത്, ഈ അഗോണ്ട ഫോർട്ട് അല്ലേ. ഓക്കെ, ശരിക്കും ഗോവ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചെറുപ്പക്കാർ മാത്രം വന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെള്ളം അടിക്കാൻ വരുന്നൊരു സ്ഥലമാണ്, പെണ്ണ് പിടിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. അതൊന്നുമല്ല. ശരിക്കും ആസ്വദിക്കുവാണെങ്കിൽ എന്താ പറയുന്നത്, അത് നമുക്ക് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പക്ഷേ ഗോവ എന്ന് പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം തന്നെ കണ്ടില്ല, നമ്മുടെ ഈ ഒന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അഗോണ്ട ഫോർട്ട്. ഈ ഫോർട്ടിൽ ശരിക്കും നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രെയിമുകളാണ്, ഒരുപാട് ഫ്രെയിമുകൾ. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു, ഒരുപാട് ഫാമിലികൾ വരുന്നു. ഫാമിലി ടൂറാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വരിക. നല്ല ഒരു ഏരിയ ആണ്. ശരിക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഗോവയിലെ മുക്കും മൂലയും എൻജോയ് ചെയ്യാനുള്ളതാണ്. നമുക്കിപ്പം ഈ ഫ്ലാറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം, ശരിക്കും പാചകമൊക്കെ ചെയ്ത് നമുക്ക് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. അല്ലാതെ കള്ളുകുടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണോ ആവാമല്ലോ. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, മനസ്സിലായില്ലേ. അപ്പം ശരിക്കും എല്ലാവരും വരിക. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് പറഞ്ഞു, ട്രെയിനിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിക്കും എൻജോയ് ചെയ്യുക. ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ ഉള്ളൂ. അത് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളതാണ്. ശരിക്കും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇവിടുത്തെ ഗോവയിലെ നമ്മൾ കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാവരും പോകാൻ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഈ പ്രാവശ്യം വരുന്നത്.